إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അനുസരിച്ച് പാലിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്നെയും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മാനവരാശിയെ സത്യത്തിന്റെ മാർഗത്തിൽ, സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ സഹാബാക്കളുടെയും ജീവിതത്തിലെ ഏറെ പ്രാധാന്യമുള്ള സംഭവമാണ് ബദർ എന്ന് പറയുന്നത്. ബദർ എന്ന് പറയുന്നത് വെറും ഒരു യുദ്ധമല്ല, മറിച്ച് ഹക്കും ബാത്തിലും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ഹിജ്റയുടെ കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബാക്കളെയും ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ പീഡിപ്പിച്ച ഒരു വലിയ കാലഘട്ടം കഴിഞ്ഞുപോയി. എല്ലാം അനുഭവിച്ചു, എല്ലാം സഹിച്ചു, ഒറ്റപ്പെടുത്തി. ശഅബി താലിബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബാക്കളും വർഷങ്ങളോളം പട്ടിണിയിലായി കഴിച്ചുകൂട്ടി. അങ്ങനെ എല്ലാവിധ പീഡനങ്ങൾക്കും ശേഷം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് എത്തി. എന്നാൽ മദീനയിലേക്ക് എത്തി എന്ന് കരുതി അവരുടെ പീഡനം അവര് നിർത്തിയോ? മദീനയിലേക്ക് കടന്നു വന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റേതും വീട്ടിലുള്ള സമ്പത്തും അവർക്കുള്ളതുമെല്ലാം അവരിൽ നിന്ന് എടുത്തുകൊണ്ട് വീണ്ടും അക്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ഖുറൈശികൾ. ആ ഖുറൈശികളുടെ ജീവിത മാർഗമായിരുന്നു ഷാമിലേക്കും യമനിലേക്കും യാത്ര ചെയ്തുകൊണ്ട്, അവരെ കച്ചവടം ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം നല്ല നിലയിലേക്ക് അവർ മാറ്റിക്കൊണ്ടേയിരുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് എത്തിയ അവരുടെ സ്വത്ത് കൊണ്ട് കച്ചവടം നടത്താൻ തുടങ്ങി ഖുറൈശികൾ. പിന്നീട് അവരുടെ കച്ചവടത്തിന്റെ ലക്ഷ്യം മുസ്ലിമീങ്ങളെ ഇല്ലാതെയാക്കണം എന്നായി. അങ്ങനെയാണ് അബൂ സുഫിയാൻ ഒരു കച്ചവട സംഘവുമായി യാത്ര തിരിക്കുന്നത്. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ആ യാത്രയിൽ നിന്ന് ആ കച്ചവട സംഘത്തെ കൂട്ടിക്കൊണ്ടുപോയി അതിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്ത് കൊണ്ട് മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കണമെന്നുള്ള
ലക്ഷ്യവുമായി അവര് പുറപ്പെട്ടു എന്നുള്ള വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാണ്. ഇതറിഞ്ഞപ്പോ ഈ യാത്രാ സംഘത്തെ തടയണം എന്ന ലക്ഷ്യവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളെ കൂട്ടിയിരുത്തി അവരുമായി ചർച്ച ചെയ്തു. എന്നാൽ ആകെ 310 സ്വഹാബാക്കൾ മാത്രമാണ്, 310 മുസ്ലിമീങ്ങൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെട്ടത്. അതിൽ 86 ആളുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്ത മുഹാജിറുകളാണ്. ബാക്കിയുള്ളവർ അൻസാരി സഹാബാക്കളാണ്. അവരുടെ കൂടെയുള്ളത് ആകെ 2 കുതിരകളും 70 ഒട്ടകങ്ങൾ മാത്രമാണ്. എന്നാൽ അബൂ സുഫിയാന്റെ ഒരു യാത്രാ സംഘത്തെ തടയണമെന്നുള്ള ഉദ്ദേശത്തിൽ, അവരെ അതിൽ നിന്ന് തടയണമെന്നുള്ള ഉദ്ദേശത്തിൽ പുറപ്പെട്ടപ്പോ അബൂ സുഫിയാൻ ഈ സംഭവം അറിയുകയും മക്കയിലുള്ള മുശ്രിക്കുകൾക്ക് അബൂജഹലിന് വിവരം അറിയിക്കുകയും വലിയൊരു സംഘത്തെ തയ്യാറാക്കുകയാണ്. ആ സംഘം ചെറുതല്ല, 1000-ഓളം വരുന്ന സംഘം, എത്രയോ കണക്കിന് കുതിരകൾ, 100ഓളം കുതിരകളും 700ഓളം ഒട്ടകങ്ങളുമായി എല്ലാവിധ ആയുധങ്ങളുമായി അവര് തയ്യാറായി. ഈ 310 സാധുക്കളായ മനുഷ്യന്മാര് കയ്യിൽ ആയുധങ്ങൾ പോലുമില്ലാതെ അവിടേക്ക് കടന്നുപോയപ്പോ അറിയുന്നത് അവര് 1000-ഓളം ഉണ്ട് എന്നാണ്. അബൂ സുഫിയാന്റെ സംഘം കടന്നുപോയിട്ടുണ്ട്. ഇപ്പോഴുള്ളത് എന്ന് പറയുന്നത് അത് നമ്മളെ ഇല്ലാതാക്കാനുള്ള ഖുറൈശികളുടെ വലിയൊരു സംഘം ആളുകൾ, ഒരു സൈന്യം അവിടെ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ്. ആലോചിക്കുക, ചിന്തിക്കുക. 310 ആളുകൾ, വളരെ കുറഞ്ഞ കാര്യങ്ങൾ കയ്യിലുള്ളത്, അത് വെച്ച് വലിയൊരു സംഘത്തെ നേരിടുമ്പോ പേടിയാകൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളുമായി കൂടിയാലോചിച്ചു. അവരാദ്യം ആലോചിച്ചത് കച്ചവട സംഘത്തെയാണോ നേരിടേണ്ടത്, അല്ല സൈന്യത്തെയാണോ എന്നാണ്. എന്നാൽ കച്ചവട സംഘം കടന്നുപോയിട്ടുണ്ട്, ഇനി സൈന്യത്തെ നേരിടേണ്ടി തന്നെ വരും. ചില സഹാബാക്കൾ പറഞ്ഞു, നമ്മുടെ ഈ അവസ്ഥ കൊണ്ട്, നമ്മുടെ ഈ ഉള്ള കാര്യങ്ങൾ കൊണ്ട് അതിന് നമുക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യം വരികയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് പതറി, ഒന്ന് ബേജാറായി. ആ സമയത്തതാ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു അങ്ങയോട് എന്ത് കൽപ്പിച്ചുവോ അതിലേക്ക് അങ്ങ് പോകുക. മൂസാ നബിയുടെ ജനത ഇസ്രായേലിയർ മൂസാ നബിയോട് പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയോട് ഞങ്ങൾ പറയില്ല, അങ്ങ് എവിടേക്ക് വിളിച്ചാലും ഞങ്ങൾ കടന്നു വരും. അപ്പോഴതാ അൻസാറുകളുടെ നേതാവായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുന്നു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, അങ്ങൊരു സമുദ്രത്തിലേക്ക് ഇറങ്ങിയാൽ, അങ്ങൊരു സമുദ്രത്തിലേക്ക് കടന്നു വരാൻ നമ്മളോട് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അതിനും തയ്യാറാണ്, ഒരു പ്രശ്നവുമില്ല. തയ്യാറായി. ഒന്നും ആലോചിച്ചിട്ടില്ല അവര്. അവരുടെ കയ്യിലുണ്ടായത് അല്ലാഹുവിലുള്ള അവരുടെ വിശ്വാസമായിരുന്നു. അവരുടെ സമ്പാദ്യം അത് ഈമാനായിരുന്നു. ആലോചിച്ചു നോക്കുക, ചിന്തിച്ചു നോക്കുക. ഇന്നത്തെ നമ്മുടെ ഈ അവസ്ഥകൾ വെച്ച് മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ പറ്റുമോ, ഇങ്ങനെ പറ്റുമോ, ഈ രൂപത്തിൽ നമ്മൾ എത്തുമോ എന്ന് പേടിച്ച് ഭയക്കുന്ന നമ്മൾ പഠിക്കേണ്ട ചരിത്രം അത് ബദറാണ്. ബദറിൽ അവര് എണ്ണത്തിൽ കുറവായിരുന്നു. എന്നാൽ അവരുടെ ഈമാൻ അതിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. അത്രയും വലിയ ഈമാൻ അവരുടെ ഹൃദയത്തിൽ അവര് കാത്തു സൂക്ഷിച്ചു. ആ സമയത്ത് അതാ ബദറിലേക്ക് കടന്നു പോകാൻ ആളുകൾ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഒരു വാപ്പയുടെയും ഒരു മകന്റെയും ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. സഅദ് ഇബ്നു ഹൈസമയും അദ്ദേഹത്തിന്റെ പിതാവിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. യുദ്ധത്തിലേക്ക് കടന്നു വരണം, എന്നാൽ ബദറിലേക്ക് രണ്ടുപേർക്കും കടന്നു വരാൻ കഴിയില്ല. ഒരാൾ വീട്ടിൽ നിൽക്കണം. ആ സമയത്ത് വാപ്പയും മകനും കൂടി തീരുമാനിക്കുകയാണ്, നെറുക്കെടുത്തിട്ട് തീരുമാനിക്കാം. അങ്ങനെ നെറുക്കെടുക്കുമ്പോ വന്നത് മകനായ സഅദ് ഇബ്നു ഹൈസമ റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ പിതാവായ ഹൈസമ ഇബ്നു ഹാരിസ് മോനോട് പോയിട്ട് പറയാണ്, മോനെ ഞാൻ നിന്റെ വാപ്പയല്ലേ, നീ എന്നെ ബദറിലേക്ക് കടന്നു പോകാൻ അനുവദിക്ക്.
ആ സമയത്ത് സഅദ് ഇബ്നു ഖൈസമ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, വാപ്പാ, ഇത് മറ്റേതെങ്കിലും ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് വിട്ടുതരുമായിരുന്നു. ഇതല്ലാതെ മറ്റേത് കാര്യമാണെങ്കിലും വാപ്പാ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരും. എന്നാൽ ഇത് അള്ളാഹുവിന്റെ വഴിയിലുള്ള ജിഹാദിന്റെ കാര്യമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ആ സ്വർഗം നേടാനുള്ള മാർഗമാണ്. വാപ്പാ, ഇത് ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് സഅദ് ഇബ്നു ഖൈസമ ബദറിലേക്ക് കടന്നു വരുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അക്രമികളുടെ എണ്ണം എത്രയാണെന്ന് അറിയണം. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിനെയും സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെയും അത് അന്വേഷിക്കാൻ വേണ്ടി ബദറിലുള്ള കിണറിന്റെ അടുത്തേക്ക് അയച്ചു, ജലസ്രോതസ്സുകളുടെ അടുത്തേക്ക്. അവിടെ അവരുടെ ആളുകൾ ഉണ്ടാവും. പോയപ്പോ ഒരു വേലക്കാരന്മാരെ കണ്ടു. അവരോട് ചോദിച്ചു, സഹാബാക്കൾ അബൂ സുഫിയാൻ ഉണ്ടോ നിങ്ങളുടെ കൂടെ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. സഹാബാക്കൾ വീണ്ടും പിടിച്ചു, അബൂ സുഫിയാൻ ഉണ്ടോ കൂടെ? അവര് പറഞ്ഞു, അറിയില്ല. പിന്നീട് ഒന്നും കൂടി ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഉത്ബയുണ്ട്, ഷൈബയുണ്ട്, അബൂജഹൽ ഉണ്ട്, ഉമയ്യ ഉണ്ട്. വീണ്ടും സഹാബാക്കളുടെ ചോദ്യം, അബൂ സുഫിയാൻ ഉണ്ടോ? കടന്നു വരുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് ചോദിക്കാണ്, ആ മനുഷ്യൻ സത്യം പറയുമ്പോ അയാളെ വെറുതെ വിടുകയും അയാള് കളവ് പറയുമ്പോ അയാളെ പിടിച്ചു നിർത്തുകയാണോ ചെയ്യുന്നത്? അയാൾ പറയുന്നത് സത്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, എത്ര ആളുകളുണ്ട് നിങ്ങൾ? ആ ബാലന്മാര് പറയാണ്, ഞങ്ങൾക്കറിയില്ല എത്ര ആളുകളുണ്ട് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, ഒരു ദിവസം എത്ര ഒട്ടകത്തെ നിങ്ങൾ അറുക്കുന്നുണ്ട്? ആ സമയത്ത് അവര് പറയാണ്, 9-10 ഒട്ടകങ്ങളെ അറുക്കുന്നുണ്ട്. 9-10 ഒട്ടകങ്ങളെ അറുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 900-നും 1000-ന്റെയും ഇടയിൽ ആളുകളാണുള്ളത് എന്ന് മനസ്സിലാക്കുകയാണ്. കാരണം ഒരൊട്ടകം 100 ആളുകൾക്ക് മതിയാകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നു. അത് വിവരമറിഞ്ഞ് ക്യാമ്പിലേക്ക് മടങ്ങി. അവിടെയുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിനേക്കാൾ പരിതാപകരമാണ്. ഭൂമി നല്ല ഒരു ഉറച്ച ഭൂമിയല്ല. യുദ്ധം ചെയ്യുമ്പോ ചില പ്രശ്നങ്ങൾ, ചില പരീക്ഷണങ്ങൾ അനുഭവിച്ചേക്കാം. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന്റെ മഴ വർഷിക്കുകയാണ്. ഇദി യുഗ്ശീകുമുൻ നുആസ അമനതൻ മിൻ വയുനസ്സിൽ അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുതഹിറകും ബി വയുദ്ഹിബ അൻകും الرجز الشيطان وليربط على قلوبكم ويثبت به الأقدام. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് മഴ ഇറക്കിയ ആ സംഭവം നിങ്ങൾ ഓർക്കുക. അതിലും മുസ്ലിമീങ്ങൾക്ക് റഹ്മത്തായിട്ടും അവിടെയുള്ള അക്രമികൾക്ക് മുശ്രിക്കീങ്ങൾക്ക് അത് പരീക്ഷണവുമായിരുന്നു. കാരണം മുസ്ലിമീങ്ങളുടെ ഇടയിൽ വളരെ ലേറ്റ് ആയിട്ടുള്ള വളരെ ചെറിയൊരു മഴയാണ് പെയ്തത്. അത് ആ ഭൂമിയെ ഒന്ന് ഉറപ്പിച്ചു, അവർക്ക് അതിനുള്ള ധൈര്യം ലഭിച്ചു. എന്നാൽ മുശ്രിക്കീങ്ങളുടെ അവിടെ മഴ പെയ്തത് എങ്ങനെയാണ്? കഠിന കഠോരമായ മഴ. അവരുടെ കാലുകൾ ചെളിയിൽ പൂണ്ടുപോകുന്ന രൂപത്തിലേക്ക് അവരുടെ അവസ്ഥ മാറിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ബദറിന്റെ തലേന്ന് മുതലേ അല്ല, എപ്പോഴും അവരുടെ കൂടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഇരുത്തിയിട്ട് ഓരോ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയാതെ യുദ്ധം ആരംഭിക്കാൻ പാടില്ല. അക്രമികൾ നമ്മുടെ അടുത്തേക്ക് എത്താതെ അമ്പ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ അത് വളരെ കുറവാണ്. അമ്പുകൾ ഇന്ന് തന്നെ, ഇപ്പോ തന്നെ, ഈ നിമിഷം യുദ്ധം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ അത് വിട്ടുകളഞ്ഞാൽ പിന്നെ പ്രതിരോധിക്കാൻ നമുക്കൊന്നും ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആ രൂപത്തിൽ സൈന്യത്തെ എല്ലാ വിധത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റെഡിയാക്കി തയ്യാറാക്കി നിൽക്കുമ്പോ അപ്പുറത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീങ്ങളുടെ ഇടയിലേക്ക് നോക്കുന്നുണ്ട്. ആ സമയത്ത് ഉത്ബ ആളുകളോട് എന്തോ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണ് അവിടെ ഉത്ബ പറയുന്നത്? ഉത്ബ എന്ന് പറയുന്ന അക്രമി അവിടെയുള്ള മുശ്രിക്കീങ്ങളോട് പറയാണ്, മുസ്ലിമീങ്ങളിലേക്ക് ഞാൻ നോക്കിയപ്പോ മരണത്തെ പേടിയില്ലാത്തവരായി എനിക്ക് കാണാൻ കഴിയുന്നു. നമുക്ക് പിന്തിരിഞ്ഞു പോകാം, നമുക്ക് പോകുന്നതാണ് നല്ലത് എന്ന്. ഈ ഉത്ബ പറഞ്ഞത്
അബൂജഹൽ അറിയുന്നുണ്ട്. അബൂജഹൽ എന്ന് പറയുന്നത് ഈ ഉമ്മത്തിലുള്ള ഫിറഔനാണ്. ആ അബൂജഹല് ഉത്ബയോട് വന്ന് പറയാണ്, മറ്റാരെങ്കിലുമാണ് ഞാൻ ഇത് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ, മറ്റാരെങ്കിലുമാണ് ഈ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ അവനെ ഞാൻ അങ്ങ് ഇല്ലാതാക്കുമായിരുന്നു ഉത്ബ എന്ന് ഉത്ബക്ക് വാണിംഗ് നൽകിയിട്ട് അബൂജഹലത യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ കടന്നു പോകുന്നു. അങ്ങനെ രണ്ട് സൈന്യവും ഒരുമിച്ചെത്തി. അതാ അവരിൽ നിന്ന് ആദ്യമായി ഒരാൾ കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ അയാൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ആ സൈന്യത്തിന് നേരെ കടന്നു വരുന്ന അയാൾ പറയുന്നുണ്ട്, അല്ലാഹു തന്നെയാണ് സത്യം, ഞാനതാ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. നമ്മൾ ആലോചിക്കുക, അവർ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരല്ല, എന്നാൽ അള്ളാഹുവിന്റെ കൂടെ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും നബിമാരെയും ഔലിയാക്കളെയും അവര് വിളിച്ചു പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അവര് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്. ആ മനുഷ്യൻ കടന്നു വന്നതും ഹംസ റളിയല്ലാഹു അൻഹു എതിരെ നിന്നുകൊണ്ട് അയാളെ നേരിടുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു അയാളെ ഇല്ലാതെയാക്കിയെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അസ്വദ് ബിനു അബ്ദുൽ അസദ് ആദ്യമായി കടന്നു വന്നു. ഹംസ റളിയല്ലാഹു അൻഹു ഇല്ലാതെയാക്കി. പിന്നെ മൂന്നാളുകൾ വന്നു. ആ മൂന്നാളുകൾ വന്നപ്പോ അവരുടെ മുന്നിലേക്ക് കടന്നു വന്നത് അൻസാരികളായ സഹാബാക്കളാണ്. അൻസാരികളായ സഹാബാക്കൾ കടന്നു വന്നപ്പോ അക്രമികൾ പറഞ്ഞു, നമുക്ക് അൻസാരികളെയല്ല വേണ്ടത്, നമുക്ക് അൻസാരികളെയല്ല മുഹാജിറുകളെയാണ് വേണ്ടത്, അവരാണ് നമ്മളിൽ നിന്ന് അങ്ങോട്ടേക്ക് കടന്നുപോയവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 മുഹാജിറുകളെ ഇറക്കുകയാണ്. അങ്ങനെ അതാ യുദ്ധം ആരംഭിക്കുന്നു. എന്താണ് നടന്നത്? എന്താണ് നടന്നത്? വളരെ എണ്ണത്തിൽ ചുരുങ്ങിയ, ആയുധത്തിൽ കുറവുള്ള, ആരോഗ്യത്താൽ കുറവുള്ള അവരതാ വിജയം ഇങ്ങനെ ആരംഭിച്ചു. യുദ്ധത്തിന്റെ ആരംഭത്തിൽ തന്നെ സഹാബാക്കൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ച് ഓരോ ആളുകളിലേക്ക് പോകുമ്പോഴും അതാ മലായിക്കത്തുകൾ ഇറങ്ങി വരുന്നു, മലക്കുകൾ ഇറങ്ങി വരുന്നു. മലക്കുകളുടെ സഹായം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇസ്തഗീസൂന റബ്ബകും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിയപ്പോ ആരോടാണ് അവർ ഇസ്തിഗാസ തേടിയത്? ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അള്ളാഹുവിനോട് മാത്രം തേടിയാ പോരാ, മറ്റുള്ള പലരോടും തേടണമെന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന വലിയൊരു ഭൂരിപക്ഷത്തിന്റെ വാദം എന്ന് പറയുന്നത്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പറഞ്ഞു തരുന്നത്, ഇസ്തഗീസൂന റബ്ബകും, അവർ അള്ളാഹുവിനോട് തേടിയപ്പോ ബദർ ഇങ്ങനെ നടക്കുമ്പോ, ബദർ നടക്കുന്നതിന്റെ തൊട്ടു മുന്നേ അബൂജഹലും അള്ളാഹുവിനെ വിളിച്ചിട്ട് ദുആ ചെയ്യുന്നുണ്ട്, ഹഖ് വിജയിപ്പിക്കണേ, ബാത്തിൽ പരാജയപ്പെടണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ദുആ ചെയ്യുന്നുണ്ട്. ആരാ ജയിച്ചത്? മുസ്ലിമീങ്ങളാ ജയിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവുമാണ് ജയിച്ചത്. കാരണം എന്താ? അള്ളാഹുവിനോടല്ലാതെ നമ്മുടെ പ്രാർത്ഥനകൾ പാടില്ല, അള്ളാഹുവിനോടല്ലാതെ നമ്മുടെ ഇബാദത്തുകൾ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ടത് മറ്റൊന്നിനും നൽകുവാൻ നമുക്ക് അനുവാദമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 1000ഓളം മലക്കുകളെ ഇറക്കുന്നു. സഹാബാക്കൾ പറയുന്നു, നമ്മൾ ആയുധം എടുത്ത് അവരുടെ കഴുത്തിലേക്ക് എത്തുമ്പോഴേക്ക് അള്ളാഹു കൽപ്പന നൽകിയിട്ടുണ്ട് മലക്കുകൾക്ക് അവരുടെ കഴുത്തുകൾ വെട്ടിക്കളയാൻ, അവരുടെ വിരലുകൾ ഇല്ലാതെയാക്കാൻ. അതാ കഴുത്തുകൾ ഇങ്ങനെ വെട്ടി വെട്ടി പോകുകയാണ് മലായികത്തുകൾ. ഒരു സഹാബി പറയുന്നുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം ഒരു കുതിരയുടെ മുകളിൽ നിൽക്കുന്നത് കണ്ടു എന്ന് സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു സഹീഹായ ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ തുടങ്ങി മലക്കുകളുടെ സഹായം. ആ പ്രതസംഗത്തിൽ ആരാണ് ഇറങ്ങുന്നത്? മനുഷ്യന്മാരുടെ രൂപത്തിൽ ശൈത്താന്മാർ ഇറങ്ങി. എന്നാലോ മലക്കുകളെ കണ്ടപ്പോ പേടിച്ചവര് വിരണ്ടോടുകയാണ് ചെയ്തത് എന്ന് ചരിത്ര താളുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ മുസ്ലിമീങ്ങൾ അതാ വിജയത്തിലേക്ക് കടന്നു പോകുന്നു, മുസ്ലിമീങ്ങൾ അതാ വിജയിക്കുന്നു. അതാ ധാരാളം ഷഹീദുകൾ, ബദരീങ്ങൾ. അവരെന്തിന്റെ പേരിലാണ് ഈ മാർഗത്തിൽ ഇറങ്ങി അവർ ഷഹീദായത്? ഒരു കാരണത്തിന്റെ പേരിലാണ്. എന്താണ്? അടിയുറച്ച തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഏറ്റവും വലിയ വാക്യം അവർ മുറുകെ പിടിച്ചുകൊണ്ടാണ്
അവരാ യുദ്ധത്തിലേക്ക് തിരിച്ചത്. അതിന്റെ പേരിലാണ് ആ യുദ്ധം നടക്കുന്നത്. അപ്പുറമുള്ള മുശ്രിക്കീങ്ങളും അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഔലിയാക്കൾ വിളിച്ചും ഇബ്രാഹിം നബിയെ വിളിച്ചും മുസാ നബിയെ വിളിച്ചും എന്ന് തുടങ്ങി നബിമാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഔലിയാക്കൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ലാത്തിയെയും ഉസ്സയെയും മനാത്തെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. നമ്മുടെ നാടുകളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്ക്. നമ്മുടെ വീട്ടില് ഇന്നുമുണ്ട് ശിർക്കിന്റെ ആളുകൾ. നമ്മുടെ സുഹൃത്തുക്കളിൽ ഇന്നുമുണ്ട് ശിർക്ക് ചെയ്യുന്നവർ. പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ബദറിന്റെ പാഠമെന്ന്? ബദർ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആ ബദറിലേക്ക് വിശ്വാസികൾ ഇറങ്ങിപ്പോയത് ആയുധ ബലം കൊണ്ടല്ല, എണ്ണത്തിന്റെ ബലം കൊണ്ടല്ല. അവരിറങ്ങിയത് അവരുടെ ഈമാൻ കൊണ്ടാണ്, അവരുടെ തവക്കുൽ കൊണ്ടാണ്. അള്ളാഹുവിലുള്ള പരിപൂർണമായ വിശ്വാസമാണ് അവരതിലേക്ക് എത്തിച്ചത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. ആലോചിക്കുക, ചിന്തിക്കുക. അല ഇന്ന നസ്റല്ലാഹി ഖരീബ്. അള്ളാഹുവിന്റെ സഹായം അത് അടുത്ത് തന്നെയുണ്ട്. അത് മുസ്ലിമീങ്ങൾക്കുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധക്കണത്തിൽ നിന്ന് ഒരു പിടി മണൽ വാരിയെറിയുന്നുണ്ട്. അത് അക്രമികളുടെ എല്ലാവരുടെയും കണ്ണുകളിലേക്ക് എത്തിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. ഫലം തഖ്തുലൂഹും വലാകിന്ന അല്ലാഹ ഖതലഹും വമാ റമൈത ഇദ് റമൈത വലാകിന്ന അല്ലാഹ റമാ. പരീക്ഷണങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. വിശ്വാസികളായ നമ്മളും തിരിച്ചറിയണം, പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരിക്കൽ ഒരു സഹാബിയായ സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മഹാനായ സഹാബി ചോദിക്കാണ്, മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിക്കുക ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അത് പ്രവാചകന്മാരാണ്. പിന്നീട് അവർക്ക് ഏറ്റവും അടുത്തവർക്ക്, പിന്നെ അതിനേക്കാൾ അടുത്തവർക്ക്. ഒരാളുടെ വിശ്വാസത്തിന്റെ ശക്തി, ഒരാളുടെ ഈമാനിന്റെ വലുപ്പം, അതനുസരിച്ചിട്ടാ പരീക്ഷണങ്ങൾ ഉണ്ടാകുക. ഇന്നും നമ്മുടെ ഈ ദുനിയാവിൽ, ഇന്നും നമ്മുടെ ചുറ്റുപാടിൽ ധാരാളം പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്, അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസം നമ്മളിലുണ്ടോ എന്നാണ്. അള്ളാഹുവിലുള്ള വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അള്ളാഹുവിലുള്ള പൂർണ്ണമായ തവക്കുലാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഴത്തിൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ബദർ യുദ്ധത്തിന്റെ തൊട്ടു മുന്നേ സഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, ആകാശവും ഭൂമിയും പോലെ വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരി. ആർക്കാണ് ആകാശവും ഭൂമിയും പോലെ വിശാലമായ, അതിനേക്കാൾ വിശാലമായ സ്വർഗം വേണ്ടത്? ഇത് കേൾക്കുന്നത് ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ആകാശവും ഭൂമിയും പോലെ വിശാലമായ സ്വർഗമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അതെ. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ ഒരു ശബ്ദമുണ്ടായി അദ്ദേഹത്തിൽ നിന്ന്. ആളുകൾ ചോദിച്ചു, എന്താണ് നീ അങ്ങനെ ശബ്ദം ഉണ്ടാക്കിയത്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഒന്നുമില്ല റസൂലേ, ആ സ്വർഗം നേടിയെടുക്കാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ സ്വർഗക്കാരനാണ്. ഇത് കേട്ട ഉടനെ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു പാത്രം ഈത്തപ്പഴമുണ്ട്. ഉമൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ പാത്രത്തിലുള്ള ഈത്തപ്പഴം മുഴുവൻ കഴിക്കുന്നത് വരെ കാത്തു നിൽക്കാൻ എനിക്ക് കഴിയില്ല. നേരെ ഇറങ്ങി ബദറിലേക്ക് ഷഹീദാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അവരാഗ്രഹിച്ചതും അവരാലോചിച്ചതും
അവര് പണിയെടുത്തതും സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. റമദാനിന്റെ പകുതി പിന്നിട്ട് നിൽക്കുന്ന നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. സ്വർഗം നേടിയെടുക്കാൻ എന്ത് പണിയാ നമ്മൾ എടുത്തത്? ഈ കഴിഞ്ഞ നമ്മൾ എടുത്ത നോമ്പുകൾ കൊണ്ട് നമുക്ക് സ്വർഗം ലഭിക്കുമോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നമസ്കരിച്ച രാത്രി നമസ്കാരങ്ങൾ കൊണ്ട് സ്വർഗം ലഭിക്കുമോ? ഈ കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ നൽകിയ സദഖകൾ കൊണ്ട് എന്റെ സ്വർഗപ്രവേശനം അത് സാധ്യമാകുമോ? അല്ലാഹു ചോദിച്ചില്ലേ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് നിങ്ങൾ കരുതണ്ട എന്ന് അല്ലാഹു ചോദിച്ചില്ലേ? ആ അല്ലാഹുവിന്റെ ചോദ്യത്തിന് അല്ലാഹുവിന്റെ അടിമകളായ നമുക്ക് എന്തുത്തരമുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. റമദാനിന്റെ പകുതി പിന്നിട്ടിട്ടും അല്ലാഹുവുമായിട്ട് എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലാഹുവിനെ ആഴത്തിൽ അറിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ ഹുബ്ബ് അത് വർദ്ധിച്ചിട്ടില്ലെങ്കിൽ, ഇബാദത്തുകളോട് വല്ലാത്തൊരു താല്പര്യം വന്നിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഏത് ഭവനമാണ് ലഭിക്കുക? അങ്ങ് നാളെ ഹിസാബും കഴിഞ്ഞ് മഹ്ശറയും ഹിസാബും കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്ന ലാ മൗത്, സ്വർഗത്തിന്റെ ആളുകളെ നിങ്ങൾക്ക് മരണമില്ല. അവിടുന്ന് ആളുകൾ ഇങ്ങനെ സന്തോഷിക്കാൻ ആഹ്ലാദിക്കാൻ ആരംഭിക്കും. അവിടുന്ന് വിളിച്ചു പറയും അതുപോലെ, യാ അഹ്ലൻ നാർ, നരകത്തിന്റെ ആളുകളെ ലാ മൗത്, നിങ്ങൾക്ക് മരണമില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ഏത് വാർത്തയാണ് ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും കേൾക്കുക? ഇബാദത്തുകൾ നമുക്ക് ആവശ്യമാണ്. ഇബാദത്തിലേക്ക് കടന്നു പോകാൻ ഒരു തടസ്സവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അസ്മാ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. ദുൽഹുലൈഫ എന്ന് പറഞ്ഞിട്ട് മദീനയിൽ നിന്ന് 10-15 മിനിറ്റ് മാത്രം ദൂരമുള്ള അവിടത്തേക്ക് എത്തുമ്പോഴേക്ക് അസ്മാ റളിയല്ലാഹു അൻഹ പ്രസവിച്ചു എന്നാണ് ചരിത്രം. പൂർണ്ണഗർഭിണിയായ ആ മഹദിക്ക് എങ്ങനെയാണ് ഹജ്ജിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കഴിയുന്നത്? അവരുടെ ലക്ഷ്യം അത് സ്വർഗമാണ്. അവരുടെ ലക്ഷ്യം അത് സ്വർഗം മാത്രമാണ്. നമ്മളെ പോലെ ഈ ദുനിയാവിൽ പലതും ഉണ്ടാക്കി, ഈ ദുനിയാവിൽ സുഖിച്ച് രസിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ തയ്യാറല്ല. അവര് ജീവിച്ചത് മരണത്തിന് ശേഷമുള്ള യഥാർത്ഥ ജീവിതത്തിന് വേണ്ടിയിട്ടായിരുന്നു. നമ്മളും മരിക്കും. ഈ നിമിഷം അള്ളാഹു നമുക്ക് നൽകിയ ഔദാര്യമാണ്. ഇന്ന് നമ്മൾ ഈ കഴിയുന്ന ഓരോ നിമിഷവും അള്ളാഹു നമുക്ക് നൽകിയ ഔദാര്യമാണ്. ഈ നിമിഷം നന്മകളിലേക്ക് കടന്നു വരാൻ, ഈ നിമിഷം എന്നെന്നും നിലനിൽക്കുന്ന നന്മകൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണ്. ഖബർസ്ഥാനുകളിലേക്ക് നമ്മൾ പോകണം. ആ ഖബർസ്ഥാനുകൾ നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉത്തരമുണ്ട്. എന്താണെന്നറിയോ? ആ ഖബറാളികൾ കരുതിയിട്ടില്ല അവരാ ഖബർസ്ഥാനിലേക്ക് മടങ്ങുമെന്ന്. അവരാരും കരുതിയിട്ടില്ല അവരിന്ന് ഈ ദിവസം ഖബറിലായിരിക്കുമെന്ന്. നമ്മളെ പോലെ കുറെ പ്ലാനിലാ അവരും കഴിഞ്ഞത്. നമ്മുടെ പ്ലാനുകൾ മാറ്റിവെക്കുക, നമ്മുടെ ഈ നീട്ടിവെക്കലുകൾ മാറ്റിവെക്കുക. നമ്മൾക്കുണ്ടാകേണ്ടത് ആ നിമിഷം അല്ലാഹു നൽകിയ ഓരോ നിമിഷവും നന്മയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നില്ലേ, വഅൻഫിഖൂ മിമ്മാ റസഖനാകും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്ക്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണത്തിന് ശേഷവും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് എന്താണെന്നറിയോ? അത് ജാരിയായ സദഖയാണ്. സദഖ പറയുമ്പോൾ നമ്മുടെ ഹാല് മാറും. എന്നാൽ ഖബറാളികൾ ആഗ്രഹിക്കുന്നുണ്ടാവും, ഞാനൊരു ജാരിയായ സദഖ ചെയ്തിരുന്നുവെങ്കിൽ. ഇന്നും ആ ഖബറിൽ അയാൾക്ക് അതിങ്ങനെ തണലായി വന്നുകൊണ്ടേയിരിക്കും. സഹോദരന്മാരെ, സഹോദരിമാരെ, തീരുമാനമെടുക്കേണ്ടത് ഈ നിമിഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ നൽകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ മുന്നിൽ അവസരങ്ങൾ ഏറെയല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? മുസ്ലിമീങ്ങൾക്കതാ വെള്ളത്തിന് ആവശ്യം, എന്നാൽ ഒരു ജൂതന്റെ കയ്യിലാതുള്ളത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു പോവുക, എനിക്ക് ആ കിണർ വേണം.
ജൂതൻ ഒറ്റയടിക്ക് കൊടുത്തില്ല, വലിയ തുക പറഞ്ഞു. എന്നിട്ടും ആ ജൂതൻ പറഞ്ഞു, ഒരു ദിവസം കിണർ എനിക്ക് അവകാശപ്പെട്ടതാണ്, ഒരു ദിവസം നിനക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെ ആ കിണർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങി. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ കിണറിൽ നിന്ന് എല്ലാവർക്കും ഫ്രീ ആയി വെള്ളം കൊടുത്തു. എല്ലാവരും എടുത്തോളി. മുസ്ലിമീങ്ങൾക്ക് അതങ്ങ് കൊടുത്തു. എല്ലാവരും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ദിവസത്തിൽ മാത്രം വരും. ജൂതന്റെ ആ കണക്കിലുള്ള ദിവസത്തിൽ ആരും വരില്ല. അവസാനം ജൂതൻ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഉസ്മാനെ, നീ എന്നെ പറ്റിച്ചു. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ ഡീലിൽ തന്നെയാണ് എത്തിയത് കാര്യങ്ങൾ. ഞാൻ ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് എന്റെ ഇഷ്ടമാണ്. അവസാനം ആ ജൂതൻ ഒരു തുക പറഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിന് അത് പൂർണ്ണമായി നൽകി. ആലോചിക്കുക, ഇന്നും ആ കിണറിൽ നിന്ന് ആളുകൾ വെള്ളം കുടിക്കുന്നുണ്ട്. ഇന്നും ആ കിണറിൽ നിന്ന് ആളുകൾ വെള്ളം കുടിക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖബറിലേക്ക് അതാ നന്മകൾ എത്തിക്കൊണ്ടിരിക്കുക. അതാണ് ജാരിയായ സദഖയുടെ ഒരു പവർ എന്ന് പറഞ്ഞാൽ, അതാണ് ജാരിയായ ഒരു സദഖയുടെ ശക്തി എന്ന് പറഞ്ഞാൽ. ഇന്ന് നമ്മളാൽ കഴിയുന്നത് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു നഷ്ടവും നമുക്കുണ്ടാവില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എത്ര ചെലവാക്കുന്നു? അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ചെലവാക്കാൻ നമ്മളെ കൊണ്ടെന്ത് സാധിക്കുന്നില്ല? അള്ളാഹുവിന്റെ കലാം പഠിപ്പിക്കുന്ന, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനം നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നില്ലേ? ആ സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് നൽകുവാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നാളെ ഖബറിൽ നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈ നിമിഷം അതിന്റെയൊക്കെ ഭാഗമാകുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകിയിട്ടുണ്ട്. അത് ചെയ്യാൻ നമ്മളൊന്ന് തയ്യാറായാൽ മാത്രം മതി. നീട്ടി വെച്ച് മുന്നോട്ട് പോകലേ. അങ്ങനെ നീട്ടിവെച്ചവരിൽ പലരും ഖബറുകളിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക, തിരിച്ചറിയുക. റമദാനിന്റെ അവസാനത്തെ 10ലേക്ക് കടന്നു പോകുകയാണ് നമ്മൾ. ധാരാളം അവസരങ്ങൾ, നന്മക്കുള്ള ധാരാളം അവസരങ്ങൾ. ആ ഓരോ നന്മയിലേക്കും എത്താൻ, അതിനെ നല്ല രൂപത്തിൽ ആഗ്രഹിക്കാൻ നമ്മൾക്ക് കഴിയണം. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു രാത്രിയുണ്ട്. ആ രാത്രി ആഗ്രഹിച്ചുകൊണ്ട് ഈ റമദാനിന്റെ രാത്രികൾ ചെലവഴിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതിലേക്ക് കടന്നു പോകുമ്പോ തിരിച്ചറിയേണ്ടത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ സ്വർഗത്തിന് വില കൽപ്പിക്കാത്തവരായി നമ്മൾ മാറിപ്പോകും. പാടില്ല. ആ സ്വർഗം നേടിയെടുക്കണമെങ്കിൽ നന്മകൾ ആവശ്യമാണ്. 83 വർഷം നമ്മൾ ചെയ്ത പുണ്യം ഒരു രാത്രിയുടെ നമ്മൾ ഒരു അമലിൽ, ഒരു ഇബാദത്തിൽ നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ എത്രത്തോളം ആവേശത്തോടെ നമ്മൾ ഇറങ്ങിത്തിരിക്കണം. നമ്മുടെ രാത്രി നമസ്കാരങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലേ? പള്ളിയിൽ ഒരു 10 മിനിറ്റ് വർദ്ധിക്കുമ്പോ വല്ലാതെ ഹാലുമാറുന്നുണ്ടോ? നമുക്ക് ഒരു 10 മിനിറ്റ് കൂടുതൽ നിൽക്കുമ്പോ നമ്മുടെ ആരോഗ്യത്തിന് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടോ? ആലോചിക്കുക, ചിന്തിക്കുക. ഈ നമ്മുടെ തടി 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോ ആ നമസ്കാരമാണ് നമുക്ക് ബാക്കി ഉണ്ടാകുക. ആ ഖുർആൻ പാരായണമാണ് നമുക്ക് ബാക്കി ഉണ്ടാകുക. നമ്മുടെ കീശയിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കിയതാണ് നാളെ ഖബറിൽ നമുക്ക് ബാക്കിയാകുക എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, ചിന്തിക്കുക. അവസാനത്തെ 10ലുള്ള ഇഅ്തികാഫ് നമ്മൾക്കൊക്കെ പറ്റുമെങ്കിൽ പൂർണ്ണമായി ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ കടന്നു വരാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകട്ടെ. തിന്മയിൽ നിന്ന് പരിപൂർണമായ നിലയിൽ മാറി നിൽക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു നൽകി മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ നമ്മിൽ നിന്ന് പരിപൂർണമായ നിലയിൽ സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് വേദനിക്കുന്ന, കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു അവന്റെ സഹായം ഇറക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ കൊണ്ട് നരകമോചനം ലഭിക്കുന്ന അവന്റെ ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. ഈ റമദാൻ കൊണ്ട് സ്വർഗപ്രവേശനം സാധ്യമാകുന്ന അവന്റെ ഏറ്റവും നല്ല അടിമകളിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട്ടുപോയവരുടെ ഖബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين.